ചെയ്യാൻ അത്ര ഈസി അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യേക സന്തോഷമായിരിക്കും. അത് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അതിൻ്റെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസോ ക്ലിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മുടെ സന്തോഷം ഒന്നും കൂടെ ഇരട്ടിക്കും. അങ്ങനെ ഈ വലിയ പാത്രം വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് ബസ്മതി അരിയും കഴുകിയെടുത്ത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. 1, 2, 3 പേർക്ക് വേണ്ടിയല്ല, 10-40 പേർക്ക് വേണ്ടി ഒരു ഫ്രൈഡ് റൈസ് പ്രിപ്പറേഷൻ. ഒരുപാട് തവണ സ്റ്റെപ്പ് ഇൻ ചെയ്ത് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത ഒരു കാര്യമാണ് ഈ 10-40 പേർക്ക് വേണ്ടിയുള്ള ഈ ഫ്രൈഡ് റൈസ്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഒരു റീസണുണ്ട്. ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ഡേയോടനുബന്ധിച്ച് ഇവിടെ മാൽദീവ്സിലുള്ള ടീച്ചേഴ്സ് പരസ്പരം നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൈമാറുന്ന പോലെ ഇഷ്ടം പോലെ ഗിഫ്റ്റ് കൈമാറും. അങ്ങനെ ഞങ്ങൾക്ക് കുറേ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം എന്നൊക്കെയായി ആലോചന. ആ ആലോചനയുടെ അവസാനമാണ് ഫ്രൈഡ് റൈസ് ചെന്നെത്തിയത്. ഈ ഫ്രൈഡ് റൈസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിച്ച കുറേ യൂട്യൂബ് വീഡിയോസുമാണ്. പക്ഷേ ഈ പറഞ്ഞു വന്നത് ഈ ചെയ്യാൻ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും എടുക്കാൻ ആലോചിക്കുമ്പോൾ തൊട്ട് എത്രയോ തവണ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നല്ല സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് വേവിച്ച് വെച്ച് അരി മാറ്റി വെച്ച ശേഷം അതിലേക്ക് ചിക്കനും വറുത്ത് കോരി മാറ്റി വെച്ചു. നല്ല ക്യൂബായിട്ട് അരിഞ്ഞെടുത്ത ചിക്കനായിരുന്നു. എന്നിട്ട് അതും മാറ്റി വെച്ച ശേഷം ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വേണ്ടി ഒരു 15 മുട്ടയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 15 മുട്ടയും 1 കുരുമുളകും ചേർത്ത് ചിക്കി ഗ്യാസിൽ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കിയുള്ള പച്ചക്കറികളാണ്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തത് കുറച്ച് ബീൻസും ക്യാരറ്റും ഓണിയനും ക്യാപ്സിക്കവുമാണ്, പല കളറിലുള്ള ക്യാപ്സിക്കം. അങ്ങനെ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 1.5 കിലോയോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 5 കിലോ അരിയും 2 കിലോ ചിക്കനും ഏകദേശം ഒരു 2 കിലോ അടുത്ത് പച്ചക്കറിയും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാ സോസ് ഏകദേശം ഒരു 8 സ്പൂണും അതോടൊപ്പം തന്നെ നമ്മുടെ ചില്ലി സോസ് ഒരു 4 സ്പൂണും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ദം ചെയ്ത് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമ്മളെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. വീട്ടിലൊരു 2, 3, 4, 5 പേർക്ക് കുക്ക് ചെയ്തതിൽ നിന്ന് മാറി ഒരു 10 പേർക്ക് അല്ലെങ്കിൽ അതും കഴിഞ്ഞ് 40 പേർക്ക് എന്നുള്ളൊരു കുക്കിംഗ്, അത് ഞങ്ങൾ 3 പേരും കൂടെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ടൈമിൽ കംപ്ലീറ്റ് ആകുമോ എന്ന്. പക്ഷെ കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാനും അതിൻ്റെ തൊട്ട് പുറകെ എല്ലാം പാക്ക് ചെയ്യുവാനും ആ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു സമാധാനമായി. അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് ടീച്ചേഴ്സ് ഞങ്ങൾ ക്ഷണിച്ചിരുന്ന പോലെ തന്നെ ടൈമിങ്ങിൽ എല്ലാവരും തന്നെ എത്തി. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചു. വളരെ ഒരു കോൺഫിഡൻസും വളരെ ഒരു സന്തോഷവും തോന്നിയൊരു നിമിഷമാണ്. കാരണം ചെയ്യണോ വേണ്ടയോ എന്ന് 100 പ്രാവശ്യം ആലോചിച്ചിട്ട് അത് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുകയും അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം. അങ്ങനെ കൃത്യമായിട്ട് സെർവ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.